സേവനവും ഭക്തിയും കൈകോർത്ത അപൂർവ മാതൃകയായി എരുമേലിക്ക് സമീപം ഇളംകുളം അന്നപ്രസാദം. ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അന്നദാനത്തിൽ ഈ തീർത്ഥാടന കാലയളവിൽ ഏകദേശം 1 ലക്ഷത്തോളം അയ്യപ്പ ഭക്തർക്കാണ് ഭക്ഷണം വിളമ്പിയത്. ശബരിമലയിലേക്കുള്ള കാൽനട തീർത്ഥാടനം കടുത്ത ക്ഷീണവും പ്രയാസങ്ങളും നിറഞ്ഞതാകുമ്പോൾ എരുമേലിക്ക് സമീപം ഇളംകുളത്തൊരുക്കിയ അന്നപ്രസാദം ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തർക്കാണ് ആശ്വാസവും ആത്മീയ ഊർജവും പകരുന്നത്. नंबर 1 और यलमकुलम में इतना फैसिलिटी से 200 गाड़ी रोकने का, बसेस रखने का फैसिलिटी है और 400 लोग एक ही साथ बैठ के खाना खा सकता है. ശബരിമല അയ്യപ്പ സേവാ സമാജം കൊങ്കൺ മേഖലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഈ അന്നദാന കേന്ദ്രത്തിൽ ഈ തീർത്ഥാടന കാലത്ത് ഏകദേശം 1 ലക്ഷത്തോളം ഭക്തർക്കാണ് സൗജന്യമായി ഭക്ഷണം വിതരണം ചെയ്തത്. മുംബൈ മലയാളിയായ മോഹൻ നായർ ഏകോപനം വഹിക്കുന്ന ഈ സേവനം തീർത്ഥാടകർക്ക് ആശ്വാസ കേന്ദ്രമായി മാറുകയാണ്. ഈ ശബരിമല അയ്യപ്പ സേവ തുടങ്ങിയിട്ട് 18 വർഷമായി. അതിൽ പ്രത്യേകിച്ച് പറയാൻ മുംബൈ കൊങ്കൺ പ്രാന്തിൻ്റെ അന്നദാനത്തിൻ്റെ 5ാമത്തെ വർഷമാണ്. ആദ്യത്തെ 3 വർഷവും എരുമേലിയിൽ നടത്തുകയും ഈ കഴിഞ്ഞ വർഷവും അതായത് 24, 25, 26 ഈ ഇളംകുളം ധർമ്മശാസ്ത്ര ക്ഷേത്രം നടത്താനുള്ള ഭാഗ്യം കിട്ടി. ഈ അമ്പലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ 400 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഒരു ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ്. ധൈര്യമായിട്ട് പറയാം, ഏറ്റവും വെടിപ്പും ശുചിയും വൃത്തിയുമുള്ള ഒരു അന്നദാന കേന്ദ്രമാണ് നമ്മുടെ ഇളംകുളം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലുള്ളത്. അത് ഞങ്ങൾ ബോംബെയിൽ നിന്ന് വന്നിട്ട് നടത്തുന്നു. ദിവസവും രാവും പകലും ഇടവേളകളില്ലാതെ പ്രവർത്തിക്കുന്ന അന്നപ്രസാദം ഏകോപനത്തിലും സന്നദ്ധ സേവകരുടെ അർപ്പണബോധമുള്ള പ്രവർത്തനത്തിലുമാണ് മുന്നേറുന്നത്. Very nice center having a lot of good facilities. This is a class A classified Annaprasadam center. ശരീരത്തിന് ആഹാരവും മനസ്സിന് ശാന്തിയും നൽകുന്ന ഈ സേവനം തിരുപ്പതി അന്നദാനം പോലുള്ള മഹത്തായ സമുദായ സേവനങ്ങളുടെ തുടർച്ചയാണെന്ന് പറയാം. ഇളംകുളം അന്നപ്രസാദം ഭക്തിയുടെ യഥാർത്ഥാർത്ഥം സേവനത്തിലൂടെയാണ് പ്രകടമാകുന്നതെന്ന് ഓർമ്മിപ്പിക്കുന്നു.